ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ നമ്മുടെ വാർത്ത പുറത്തു വരുന്നത് വരെ അയാളുടെ ഈ പറയുന്ന സോക്കോൾഡ് നമ്പർ അത് ട്രാക്കബിൾ ആയിരുന്നു. അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആയി. പക്ഷേ സാങ്കേതിക വഴിയിൽ നോക്കിയാൽ ഇപ്പോഴും അയാളെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന, അയാളുടെ യാത്രാപഥങ്ങൾ ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന വഴികളുണ്ട്. നമ്മളത് ഏതെങ്കിലും തരത്തിൽ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അന്വേഷണത്തെ ബാധിക്കേണ്ട എന്ന് കരുതിയത് പറയാതിരിക്കുകയാണ്. അന്വേഷിക്കണ്ടേ ശ്രീ ജോർജ് ജോസഫ്? അത് അന്വേഷിക്കട്ടെ, നല്ല കാര്യമല്ലേ. അയാളൊരു ഫ്രോഡാണ്, ആരായാലും ശരി. അയാളുടെ ഒറിജിൻ എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അയാളുടെ പാസ്പോർട്ട് ഞങ്ങട്ട് നിങ്ങൾ വെളിയിൽ കാണിച്ച പാസ്പോർട്ടിന് മേനോന്ന് കിടക്കുന്നത് കണ്ടു. അയാൾക്ക് 2029 വരെ ആ പാസ്പോർട്ട് വാലിഡായിട്ട് കാണിക്കുന്നത്. അതിനകത്ത് അയാൾ 1946 അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി സുകുമാരക്കുറുപ്പ് ഒരാളെ കൊന്ന് ഒളിവിൽ താമസിക്കുന്ന ഒരാൾ അയാളുടെ പാസ്പോർട്ട് സുകുമാരക്കുറുപ്പ് പേരിൽ എടുക്കുമായിരുന്നോ? ഇത്രയും തട്ടിപ്പ് കാണിക്കുന്ന ആൾ, ഞാൻ മരിച്ചു എന്നറിയാൻ വേണ്ടി പല വഴികൾ നോക്കുന്ന ആൾ, അതിൽ ഒരു തവണ വിജയിച്ച ആൾ, പാസ്പോർട്ട് സംഘടനയാണ് പാട്. ഇല്ല അങ്ങനെയല്ല. കുറിപ്പ് ഒരാളെ കൊന്നിട്ടാണ് ഇത് ചെയ്തത്. ആ ആൾ വീണ്ടും ഒരു മലയാളി പാസ്പോർട്ട് എടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അത് നമ്മളൊന്നും ചിന്തിക്കാതെ സാമാന്യഗതിക്കൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒരിക്കലും ഇല്ല. കുറിപ്പിനെ പോലെ ഒരാൾ ഒരിക്കലും ഒരു പാസ്പോർട്ട് മലയാളിയുടെ പേര് വെച്ച് മേനോ എന്ന് പറഞ്ഞാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അതെന്ത് ആയിക്കോട്ടെ. ഇവരൊക്കെ ഇപ്പം തട്ടിപ്പ് പാസ്പോർട്ട് ബ്രൈബ് ചെയ്ത് സംഘടിപ്പിക്കുകയാണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞൊരു ഇംഗ്ലീഷുകാരന്റെ പാസ്പോർട്ട് കിട്ടണമെന്നുണ്ടോ? ഈസിയായിട്ട് സംഘടിപ്പിക്കും. ഇല്ല, അതൊക്കെ അന്വേഷിക്കട്ടെ, നല്ല കാര്യമാണ്, അന്വേഷിച്ചോട്ടെ. പക്ഷെ നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്, ആ ബോധ്യപ്പെട്ട കാര്യത്തിന് അപ്പുറത്തോട്ട് സഞ്ചരിക്കത്തില്ല. എന്നെ അറിയില്ല, അദ്ദേഹത്തിന് എന്നെ അറിയത്തില്ല. ഈ രത്നമ്മയുടെ മൊഴിയാണ് തെറ്റിക്കൂടെ? അത് ഇല്ല, രത്നമ്മയുടെ മൊഴി മാത്രമല്ല, അതിനകത്ത് അവിടെ പോയി അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. വ്യത്യസ്തമായ രീതി, കാരണം കേസ് ഡയറി ഇതെല്ലാം കൃത്യമായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ASIക്ക് എന്നെ അറിയത്തില്ല, എനിക്ക് അങ്ങനെയും അറിയത്തില്ല. അദ്ദേഹത്തിന്റെ റാങ്ക് വെച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടൊന്നും എനിക്ക് ഇന്ന് വരെ എന്റെ ലൈഫിലില്ല. കൊച്ചുകൂടി പറഞ്ഞത് തെറ്റ്. ASI എന്നെ മനസ്സിലാക്കിയിട്ടില്ല, അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. SI ആണെങ്കിൽ അങ്ങനെ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ കേരള പോലീസിൽ അല്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം 14 ജില്ലയിൽ എന്റെ കേസുകളാണ് ഏറ്റവും കേരളത്തിലെ സെൻസേഷണൽ കേസുകൾ. അതിന്റെ ഇതുവരെ പഠിക്കാത്ത ഒരാള് 2 കാലങ്ങളിൽ കേരള പോലീസിൽ വർക്ക് ചെയ്ത 2 ഉദ്യോഗസ്ഥരാണ്, രണ്ടുപേരും വിരമിച്ചവരാണ്. ശ്രീ അലി അക്ബർ, അവസാനമായി താങ്കളിലേക്കാണ്. 2 കാലങ്ങളൊന്നുമല്ല. ഞാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.